മനുഷ്യൻ പണ്ട് കാലം മുതൽക്കേ തിരയുന്ന ഉത്തരമാണ് മരണത്തിന് ശേഷം എന്ത് എന്നത്. മരണം എന്നത് ജീവന്റെ അവസാനമാണെന്നും ഒരിക്കൽ ശ്വാസം നിലച്ചാൽ കോശങ്ങൾ നശിക്കുമെന്നുമാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ പരമ്പരാഗതമായ ഈ ജീവശാസ്ത്ര ധാരണകളെ തിരുത്തിക്കുറിക്കുന്ന പുതിയൊരു ഗവേഷണ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജീവനും മരണത്തിനുമിടയിൽ കോശങ്ങൾ നിലനിൽക്കുന്ന ഒരു മൂന്നാം അവസ്ഥ, ഒരു തേർഡ് സ്റ്റേറ്റ് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഈ മൂന്നാം അവസ്ഥ? സാധാരണഗതിയിൽ ഒരു ജീവി മരിച്ചു എന്ന് ഉറപ്പിക്കുന്നത് ഹൃദയമിടിപ്പും ശ്വസനവും തലച്ചോറിൻ്റെ പ്രവർത്തനവും നിലയ്ക്കുമ്പോഴാണ്. എന്നാൽ ശരീരം മരിച്ചാലും അതിനുള്ളിലെ ചില കോശങ്ങൾ ഉടനെ നശിക്കുന്നില്ലെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ശരിയായ പോഷകങ്ങളും ഓക്സിജനും മറ്റ് സാഹചര്യങ്ങളും ലഭിച്ചാൽ ഒരു മരിച്ച ജീവിയുടെ ശരീരത്തിലെ കോശങ്ങൾ പുതിയ രൂപം പ്രാപിക്കാനും പ്രവർത്തനക്ഷമമാകാനും പ്രാപ്തമാണെന്ന് ഗവേഷകർ കണ്ടെത്തി. ഇതിനെയാണ് ജീവനും മരണത്തിനുമിടയിലുള്ള മൂന്നാം അവസ്ഥ എന്ന് വിളിക്കുന്നത്. വാഷിംഗ്ടൺ സർവകലാശാലയിലെ പീറ്റർ നോബൽ, സിറ്റി ഓഫ് ഹോപ്പ് നാഷണൽ മെഡിക്കൽ സെന്ററിലെ ജെയിംസ് വില്യംസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പഠനമാണ് ഈ അത്ഭുതകരമായ വിവരം പുറത്തുവിട്ടത്. ഗവേഷണത്തിന്റെ ഭാഗമായി മരിച്ച തവളകളുടെ ഭ്രൂണങ്ങളിൽ നിന്നുള്ള കോശങ്ങളെ ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ കോശങ്ങൾ സ്വയം പുനഃസംഘടിപ്പിക്കപ്പെടുകയും സെനോബോട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന പുതിയ രൂപങ്ങളായി മാറുകയും ചെയ്തു. ഇവയ്ക്ക് സ്വയം ചലിക്കാനും ചുറ്റുപാടുമുള്ള വിവരങ്ങൾ ശേഖരിക്കാനും കഴിഞ്ഞു. സമാനമായ രീതിയിൽ മനുഷ്യന്റെ ശ്വാസകോശ കോശങ്ങളിലും പരീക്ഷണങ്ങൾ നടത്തി. മരിച്ച മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള കോശങ്ങൾ പുതിയ ബഹുകോശ രൂപങ്ങൾ, അതായത് ആന്ത്രോബോട്ട്സ് ആയി മാറുകയും അവ മുറിവുകൾ ഉണക്കാനും സ്വയം ചലിക്കാനും പ്രാപ്തമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഒരു ജീവി മരിച്ചതിന് ശേഷവും അതിലെ കോശങ്ങൾ പരിണമിക്കാനുള്ള കഴിവ് കാണിക്കുന്നു എന്നത് പരിണാമ സിദ്ധാന്തത്തിൽ തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ കണ്ടെത്തലിൻ്റെ പ്രാധാന്യങ്ങളൊന്ന് നോക്കാം. ഒന്ന്, വൈദ്യശാസ്ത്ര രംഗത്താണ്. ഈ മൂന്നാം അവസ്ഥയിലുള്ള കോശങ്ങളെ ഉപയോഗപ്പെടുത്തി മുറിവുകൾ വേഗത്തിൽ ഉണക്കാനും രോഗബാധയുള്ള ഭാഗങ്ങൾ ചികിത്സിക്കാനും ഭാവിയിൽ സാധിച്ചേക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയിലും അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകളിലും ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. രണ്ട്, മരണത്തെക്കുറിച്ചുള്ള പുനർചിന്ത. മരണം എന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു അവസാനമല്ല, മറിച്ച് പടിപടിയായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് ഈ പഠനം അടിവരയിടുന്നു. ഒരു ജീവി മരിച്ചാലും അതിലെ കോശങ്ങൾ ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം സജീവമായിരിക്കാൻ സാധ്യതയുണ്ട്. മൂന്ന്, പുതിയ ജീവരൂപങ്ങൾ. പ്രകൃതിദത്തമായ ശാരീരിക ഘടനയ്ക്ക് പുറമെ കോശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വഴി ഭാവിയിൽ കൃത്രിമമായ ജീവരൂപങ്ങൾ, സിന്തറ്റിക് ലൈഫ് ഫോംസ് നിർമ്മിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞേക്കും. ഈ കണ്ടെത്തൽ വലിയ പ്രതീക്ഷ നൽകുമ്പോഴും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മരിച്ച ശരീരത്തിൽ നിന്നുള്ള കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നത് ധാർമ്മികമായി ശരിയാണോ എന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. കൂടാതെ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ചില കോശങ്ങൾ മാത്രം അതിജീവിക്കുന്നത് എന്നും മറ്റുള്ളവ നശിക്കുന്നത് എന്നും കൂടുതൽ പഠന വിധേയമാക്കേണ്ടതുണ്ട്. ജീവനും മരണവും കറുപ്പും വെളുപ്പും പോലെ വ്യക്തമായ രണ്ട് വിഭജനങ്ങളല്ല എന്ന് ശാസ്ത്രം ഇപ്പോൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനിടയിൽ ഒരു നിഗൂഢമായ ഗ്രേ ഏരിയ ഉണ്ട്. അവിടെ കോശങ്ങൾ പുതിയൊരു ജീവിതത്തിനായി ഒരുങ്ങുന്നു. ഈ കണ്ടെത്തൽ ജീവശാസ്ത്രത്തിൻ്റെ അതിരുകൾ മായ്ച്ചു കളയുകയും മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ എന്നേക്കുമായി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ജീവനും മരണത്തിനും ഇടയിലുള്ള ഈ ഒരു ബ്രിഡ്ജ് വരും കാലങ്ങളിൽ വൈദ്യശാസ്ത്രത്തിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് കാരണമാകും എന്നത് ഉറപ്പാണ്.